ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീക്കെൻഡായി. അപ്പോൾ പുറത്ത് പോയി ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 4-4:30 ആയതേ ഉള്ളൂ. അപ്പം ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് ചായ കുടിക്കുന്നത് ചായ വഞ്ചിന്നും, രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നത് അത് കാര്യവട്ടത്തും പോയാണ്. അപ്പോൾ ഇതുവരെ മഴയൊക്കെ തോന്നുന്നത്. ആടെ സെക്യൂരിറ്റി അങ്കിൾ ഇതൊക്കെ ഗേറ്റൊക്കെ തുറന്ന് തന്ന്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം പള്ളികളാണ്. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ അടിപൊളിയാണ് ഈ റോഡുകൾ കാണാനായിട്ട്. ഫുൾ ലൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് ദാണ്ടെ റെയിൽവേ ക്രോസ് എത്തിയപ്പോഴത്തേക്ക് അവിടെ എപ്പോഴും ക്ലോസ് ചെയ്താൽ എന്ന് വന്നാലും ഇത് തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ഒരു കാക്കമരം. ഈ കാക്കമരം എന്നാണ് ഞാനും അമ്മാളും പറയുന്നത്. നിറയെ കാക്കകളാണ്. കാലത്തിന് അതിൻ്റെ താഴെ എങ്ങാണോ ആ വണ്ടി വരുന്നത് എനിക്ക് പണി ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മാറ്റിയാണ് മിക്കപ്പോഴും ഇടുന്നത്. അപ്പോൾ ഈ കാക്കമരം കാണുമ്പോഴാണ് എനിക്കൊരു വവ്വാൽ മരത്തിൻ്റെ ഓർമ്മ വരുന്നത്. അത് നമ്മുടെ കൊല്ലം ജില്ലാ ജയിലിൻ്റെ അടുത്തൊരു മരമുണ്ട്. അത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എന്നും നോക്കുമ്പോൾ നിറയെ വവ്വാലാണ്. ഇപ്പോൾ ആ മരം ഉണ്ടോ എന്തുവാന്ന് അറിയത്തില്ല. ചായവഞ്ചി ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അപ്പോൾ ഇവിടെ നല്ല ചായയും നല്ല കോഫിയുമാണ്, പിന്നെ സ്നാക്സും അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ കട്ട്ലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പം വന്നാലും കട്ട്ലറ്റാണ് വാങ്ങുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് കട്ട്ലറ്റ് ഇല്ലായിരുന്നു, മീറ്റ് റോളായിരുന്നു. പിന്നീട് ഇത് അമ്മാളുവിൻ്റെ ഇഷ്ടപ്പെട്ട പോക്കറ്റ് ഷവർമ്മ. അവളിതാ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവളെ വിളിച്ചു കൊടുത്താൽ അവൾ തിന്നുന്ന ഒരു സാധനമാണ് ഈ പോക്കറ്റ് ഷവർമ്മ. ഒന്നുമില്ല, ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് ഷവർമ്മയുടെ ഫില്ലിങ്. പിന്നീട് ഈ മീറ്റ് റോള് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് മലബാർ പബ്സ്, ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരമാണ്. ചേട്ടൻ എപ്പോഴും ഇതാണ് കഴിക്കുന്നത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് കഴക്കൂട്ടം കൃഷ്ണനമ്പലത്തിലെ കുളം നിറഞ്ഞു കിടക്കുന്നത്. പിന്നീടേക്ക് എന്താണ്ടേ റെയിൽവേ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലോട്ട് കഠിനംകുളം വഴിയും പോകാം, മേനംകുളം വഴിയും പോകാം. അപ്പോൾ പെട്ടെന്ന് ചേട്ടന് മേനംകുളം വഴി പോകാൻ തോന്നി. പിന്നീട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് മറീൻ എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നീട് ഇത് കോൺസെപ്റ്റ്, നമ്മളെല്ലാവരും പോകുന്ന ബ്യൂട്ടി പാർലറാണ്. പിന്നീട് അതാണ്ടേ അപ്പോൾ ചേട്ടൻ വിചാരിച്ച് ബീച്ചിലോട്ട് പോകാം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ബീച്ച് വരെ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് പാതി എത്തിയിട്ടേ ഇച്ചിരി നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മാളു ഭയങ്കര ഇതിലാണ്. അമ്മാളുവിൻ്റെ പാൻറ്റ് ലൂസാണ്. അവൾ ബെൽറ്റ് ഇടാനായിട്ട് ബെൽറ്റ് അപ്പം നോക്കിയപ്പോൾ കിട്ടിയില്ല. നമ്മൾ ചായ കുടിക്കാൻ മാത്രമല്ലേ പോകുന്നുള്ളൂ, പുറത്തോട്ട് ഇറങ്ങുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് തീരുമാനിച്ചില്ലേ ബീച്ചിലോട്ട് വരാൻ. അപ്പോൾ അവൾക്ക് ഭയങ്കര ലൂസായിപ്പോയി. അങ്ങനെ ഇതാ ബീച്ചിലെത്തി. നമ്മൾ ഒത്തിരി നാളായി ബീച്ചിലോട്ട് വന്നിട്ട്. ബീച്ചിലെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഈ മഴയൊക്കെ കാരണം ഞങ്ങൾ അധികം അങ്ങോട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളിമേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണല്ലേ. നല്ല തണുത്ത കാറ്റും നല്ല വെള്ളവും. അപ്പോൾ ഈ കടൽ ഒത്തിരി കയറിയിട്ടുണ്ട്. ഞങ്ങൾ അവസാനം പോകുമ്പോഴൊക്കെ നല്ല ഇറങ്ങിക്കിടന്നെയായിരുന്നു. ഇപ്പോൾ ഒത്തിരി കയറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളത്തിലോട്ട് അങ്ങനെ ഇറങ്ങിയില്ല. നമ്മൾ ഇതിനു വേണ്ടി വന്നേ. അപ്പോൾ ഡ്രസ്സൊന്നും അതിന് ഉള്ള ഡ്രസ്സല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ കാറ്റ് അടിച്ചപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അമ്മാളുതാണ്ട് മണ്ണി കളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാ അസ്തമിക്കാറായ സൂര്യന് അങ്ങനെ നല്ല വൈബായിരുന്നു അത്. അപ്പോഴാണ് അമ്മാളുവിന് കോൺ മസാല വേണമെന്ന് പറഞ്ഞത്. പക്ഷേ കോൺ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരകത്ത് ബോയിൽ ചെയ്ത് വെച്ചേക്കുകയാണ്. എന്നിട്ട് അവർ ആ കമ്പിക്കകത്ത് കുത്തിയിട്ട്, എന്ന് വെച്ചാൽ ചൂട് കാരണമായതുകൊണ്ടായിരിക്കും, എന്നിട്ടിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ്. ഈ ചനയുടെ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, അമ്മാടും ഇത് കഴിക്കുമെന്നുള്ളത്. ഈ ചനയുടെ നമ്മൾ ഉത്സവത്തിനൊക്കെ കഴിച്ചിട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ അതും ഇതും കൂടെ ഞാൻ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മാത്രമേ വാങ്ങിച്ചോളൂ. പിന്നെ അവർ ചോദിച്ച എരി ഇടാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് മതി, അവൾക്ക് കൂടെ കഴിക്കാനുള്ളതല്ലേ. പിന്നെ ബട്ടർ ഇട്ട്, പിന്നീട് എന്തൊക്കെയോ ബട്ടറും അതും മാത്രമേ ഉള്ളെന്ന്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അവർ തന്നേത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞാൻ ഇങ്ങനെ ഈ ബോയിൽഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ മസാലയുടെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റിന് എങ്ങാണ്ട് 60 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു അവൾ കഴിക്കത്തില്ലായിരിക്കുന്നു. അവളത് ഫുള്ള് കഴിക്കുകയും ചെയ്ത്. ഞാൻ ഒരിച്ചിരി ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വാങ്ങാനും പറ്റിയില്ല. പിന്നീട് ചേട്ടൻ്റെ അടുത്ത് ആരോ പറഞ്ഞെന്ന്, ഓഫീസിലുള്ളവർ ബീച്ചിൻ്റെ അടുത്ത് സൈഡിലുള്ള പള്ളിയുണ്ട്, അതൊരു വലിയ പള്ളിയാണ്. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ബീഫ് കറി കിട്ടും, അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ അതും കൂടെ നോക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ പെരുന്നാൾ കിടക്കുന്ന ആ പള്ളിയുടെ പേര് പള്ളിത്തുറ വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് എന്താണ്. അപ്പോൾ നിറയെ കടകളും ലൈറ്റുകളും. അങ്ങനെ ഹോട്ടൽ നോക്കുക. അപ്പോൾ പള്ളിയുടെ ഓപ്പോസിറ്റ് ഒന്നും ഹോട്ടൽ കണ്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ 2-3 പള്ളിയൊക്കെ ഉണ്ട്. പക്ഷെ ആ വലിയ പള്ളി കഴിഞ്ഞിട്ടും ഹോട്ടൽ കണ്ടില്ല. എന്നാൽ വിചാരിച്ച് നമുക്ക് ഈ ലൈറ്റ് എവിടം വരെ ഉണ്ടെന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ പോയി ഏതാണ്ട് തുമ്പയുടെ വരെ എത്തിയിട്ട് ഹോട്ടലും കണ്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് പല വഴികളിങ്ങനെ പോയി പഠിക്കാൻ പറ്റുമല്ലോ.
ഇപ്പം നമുക്ക് ഈ വഴി കൂടെ പോയാൽ എവിടെ കയറുമെന്നൊക്കെ ഉള്ള ഒരു മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ കടകളൊക്കെ ഇന്ന കടകളൊക്കെ ഈ വഴികളിലൊക്കെ ഉണ്ടെന്നൊക്കെ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്താണ് വഴിയുടെ 2 സൈഡിലും നിറയെ കടകൾ, ചെരുപ്പ് കട, മാല, വള, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ. അപ്പം എനിക്കങ്ങ് ഇറങ്ങാൻ തോന്നി. പക്ഷേ ഇവിടെ പറ്റത്തില്ലല്ലോ അങ്ങനെ, നമ്മൾ അതിനു വേണ്ടി അല്ലല്ലോ വന്നത്. പിന്നെ കാറിനകത്ത് തന്നെ ഇരുന്ന് ഇതൊക്കെ കണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സമാധാനമുണ്ട്. പക്ഷേ പള്ളി കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ഈ പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഈ റൂട്ട് അങ്ങനെ വന്നിട്ടേ ഇല്ല. അങ്ങനെ പിന്നെ ചേട്ടൻ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞാൽ ആ വലിയ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ആ കട. എനിക്ക് തോന്നുന്നു പെരുന്നാളായതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടേ എന്ന്. അപ്പോഴത്തേക്ക് നേരെ വിട്ടിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റ് കണ്ടു തുടങ്ങി. ഇത് കൽപ്പന റോഡ്, ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് പോകുന്ന റോഡാണിത്. ദാണ്ടേ കെയർ ടേക്കർ മാസ്റ്റർ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇത് കെയർ ടേക്കർ അങ്കിളാണ്. ഗേറ്റൊക്കെ തുറന്ന് തന്ന്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രയായിരുന്നു. ചായ കുടിക്കാൻ പള്ളി പെരുന്നാൾ കണ്ട് തിരിച്ചു വന്നു. പ്രതീക്ഷിതമായ യാത്രയായതുകൊണ്ട് ആ യാത്രയ്ക്ക് ഒരു മധുരമുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.